എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ പൊരിഞ്ഞ് അടി നടക്കുകയാണ്. അതിനാസ്പദമായ ഒരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. 2-3 ദിവസം മുന്നേ ബംഗാളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടന്നിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായിട്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ മമതാ ബാനർജി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാർ ഇപ്പോൾ പർപ്പസ്ഫുള്ളി ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ബംഗാളിലേക്ക് കൊണ്ടുവരുന്നു. അതിന് BSFിൻ്റെ സഹായത്തോടുകൂടി, അത് BSF ചില പോയിന്റുകളിൽ, അതായത് ഇസ്ലാംപൂർ, സിത്തായി, കുച്ച് ബിഹാർ അങ്ങനെയുള്ള ബംഗ്ലാദേശ് ബോർഡറുമായി പങ്കിടുന്ന സ്ഥലങ്ങളിലൂടെ ഒരുപാട് ബംഗ്ലാദേശികളെ ബംഗാളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനെതിരെയാണ് അങ്ങനത്തെ ഒരു അലിഗേഷനാണ് മമതാ ബാനർജി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായിട്ടുണ്ടല്ലോ ഈ അവിടെ ഭരിച്ചിരുന്നത്. ഇപ്പോൾ CPM 25 വർഷം, ഏകദേശം 1/4 നൂറ്റാണ്ട് CPM അവിടെ ഭരിച്ചു. അപ്പോൾ അവർ ആ സമയത്ത് എങ്ങനെയാണ് CPMന് 25 വർഷം അവിടെ ഭരിക്കാൻ പറ്റിയത്? ഈ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി വരുന്ന ആൾക്കാരെ കൊണ്ടുവരികയും അവർക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ്, സകലമാന ഡോക്യുമെൻറ്റ്സും കൊടുത്ത് അവർക്ക് വീട് കൊടുക്കും, ഗ്യാസ് കണക്ഷൻ, കറണ്ട് എല്ലാം കൊടുത്ത് അവർ ഓരോരോ സ്ഥലത്തും ഓരോ വോട്ട് ബാങ്കായിട്ട് അവർ നിലനിർത്തി. അപ്പോൾ അവരെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കൊണ്ടുവരികയും അവർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പകരം അവർ തിരിച്ചു ചോദിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബംഗാളിലെ മിക്ക ജില്ലകളിലും ഇങ്ങനെ ഇത്തരത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരൊരു വോട്ട് ബാങ്കായി നിലനിർത്തിയിരുന്നു CPM. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ N ബ്ലോക്കായിട്ട് അവരുടെ മത നേതാക്കൾ ആർക്കാണോ പറയുന്നത്, അപ്പോൾ ഇന്ന് CPMന് ചെയ്യാൻ പറഞ്ഞാൽ അവർ N ബ്ലോക്കായിട്ട് CPMന് ചെയ്യും. നാളെയൊക്കെ തൃണമൂലിന് ചെയ്യാൻ പറഞ്ഞാൽ തൃണമൂലിന് ചെയ്യും. പിന്നെ അതുമാത്രമല്ല, മറ്റന്നാൾ BJPക്ക് ചെയ്യാൻ പറഞ്ഞാൽ N ബ്ലോക്കായിട്ട് അവർക്ക് ചെയ്യും. അപ്പോൾ അവർ മത നേതാക്കൾ പറയുന്നത് മാത്രമാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പല 4-5-6 ഡിസ്ട്രിക്റ്റുകളുണ്ട് ഈ ബംഗാളിൽ. അപ്പോൾ ഫുൾ അവിടെ 100% മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ മുസ്ലിംസ് അല്ല, ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഈ 10-25 വർഷം CPM ഭരിച്ചപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് എല്ലാ രേഖകളും ഉണ്ടാക്കി കൊടുത്ത് അവർ നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിട്ട് ഇന്ത്യയിൽ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു വിങ് ഇപ്പോൾ CPM ആയിരുന്നു നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് എല്ലാ തരത്തിലുള്ള ഡോക്യുമെൻറ്റും സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു കൊടുക്കുന്ന സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു നെറ്റ്വർക്ക് CPMനുണ്ടായിരുന്നു. CPM 25 വർഷത്തിൽ നിന്ന് ഭരണത്തിൽ പോയതിന് ശേഷം ഈ നെറ്റ്വർക്ക് എല്ലാം മൊത്തമായിട്ട് തൃണമൂലിൻ്റെ കൂടെ പോയി. അപ്പോൾ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇവിടെയിലെ ബംഗാളിലുള്ള മുസ്ലിം നേതാക്കളും ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ ആളായ ആൾക്കാരുമാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ബംഗാളിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ പണിയെടുക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന ഈ ബംഗാളികളൊക്കെ ഇന്ന് ശരിക്കും ബംഗാളികളല്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന ആൾക്കാർക്ക് 95% ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ ബംഗാളിലേക്ക് വന്നിട്ട് അവിടെ കുറച്ച് നാൾ താമസിക്കും, രേഖകളൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് ഇങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും പോകുന്നതാണ്. കുറച്ച് ദിവസം മുന്നേ ഈ സാക്കിർ നായിക് ഉണ്ടല്ലോ, സാക്കിർ നായിക് പറയുന്നത് മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സംസ്ഥാനമാണ് കേരളം, നിങ്ങളെല്ലാവരും അവിടേക്ക് പോകണം. അതിനുശേഷം ഒരുപാട് ബംഗാളികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ബംഗാളികളുള്ള ബംഗ്ലാദേശികളൊക്കെ. ഇവന്മാരൊക്കെ ഒന്ന് പിടിച്ച് ഇവന്മാരെ ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇവർ മനസ്സിലാവും. ഇപ്പം തന്നെ ഉത്തർപ്രദേശിലൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതായത് അവിടെ ലക്നൗ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ആളെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച്, പോലീസുകാരെ ആക്രമിച്ചു എന്ന് മാത്രമല്ല അവരുടെ കയ്യിലുള്ള പേഴ്സ്, സ്വർണ്ണമാല എല്ലാം അടിച്ചു മാറ്റി. അപ്പോൾ അത്തരത്തിലെ ക്രിമിനൽ ആൾക്കാരാണ് ഈ ബംഗാളിൽ നിന്ന് പുറത്ത് വന്ന് നമ്മുടെ കേരളം, തമിഴ്നാട് ഇങ്ങനെയുള്ള സംസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഈ പെരുമ്പാവൂരിലൊക്കെ ഉള്ള ബംഗാളികൾ എന്ന് പറയുന്ന അവന്മാരൊക്കെ 95% ബംഗ്ലാദേശികളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. കാണുന്നില്ലേ, അതായത് പെരുമ്പാവൂർ ജിഷ മർഡർ കേസ്, അതൊക്കെ ഇത്രയും ക്രൂവൽ മൈൻഡ് സെറ്റിലവർക്കേ പറ്റും. അപ്പോൾ ഇത്രയും ക്രിമിനൽസുകളാണ് അവിടുന്ന് കയറി വരുന്നത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് CPM 25 വർഷം ഭരിച്ചത് ഇത്തരത്തിലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ കൊണ്ടുവരികയും അവിടെ ഓരോ ജില്ലയിൽ പ്രതിഷ്ഠിക്കുകയും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സംഭവമാണ് മമതാ ബാനർജിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. ഇപ്പോൾ മമതാ ബാനർജി ഇപ്പം 10 വർഷത്തിന് മുകളിലായി അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് CPM ചെയ്ത ഈ നെറ്റ്വർക്ക് നേരെ പോയിരിക്കുന്നത് മമതയുടെ കൂടെയാണ്. അപ്പോൾ ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ഈ 24 ഫർഗാനാസ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ ശരിക്കും പക്ക ഒരു മുസ്ലിം രാജ്യം പോലുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് പുറത്തുനിന്നുള്ള ഒരാൾക്കാർക്ക് കയറി ചെല്ലാൻ പോലും പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു, അതായത് എന്തെങ്കിലും ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. അത്രത്തോളം എന്താ പറയുക, കൈവിട്ടിരിക്കുകയാണ് ബംഗാളിലെ അവസ്ഥ. അപ്പോൾ ഇതിനൊക്കെ കാരണം ഇവരെ വോട്ട് കൊണ്ടാണ് മമതാ ബാനർജി വീണ്ടും അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇതേ CPM 25 വർഷം പയറ്റി അതേ തന്ത്രം ഇപ്പോൾ മമതാ ബാനർജി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ മമതാ ബാനർജി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റപ്പെടുത്തുമ്പോൾ അതിൽ വ്യക്തമായ പല ഉദ്ദേശങ്ങളുണ്ട്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മമത ഉന്നയിക്കുന്നത് എന്താണെന്ന് പറയുക. ഇപ്പം മമത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ BSF ഹെൽപ്പ് ചെയ്യുന്നു. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണ് ബംഗ്ലാദേശികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബംഗാളിലെ കുടിയിരുത്തുക, അവർക്ക് ഡോക്യുമെൻറ്റ്സും എന്താ പറയുക രേഖകളൊക്കെ കൊടുക്കുക. ശരിക്കും കേന്ദ്ര സർക്കാരിന് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇന്ത്യയിൽ CA നിയമം ഉണ്ട്. അപ്പോൾ നമ്മുടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഈ മതപീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു നിയമമാണ് CA എന്ന് പറയുന്നത്.
അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഇപ്പം മമതാ ബാനർജി നിലവിളിക്കാൻ, അതായത് അമിത്ഷാക്കെതിരെ വാളോങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കൂടുതൽ ആൾക്കാർ ഹിന്ദുക്കളാണ് ഇപ്പോൾ പലായനം ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. അതായത് അവിടെ ബംഗ്ലാദേശിൽ കലാപം നടക്കുകയാണല്ലോ. അപ്പോൾ കൂടുതലും വരുന്നത് ഹിന്ദുക്കളാണ് ഈ ബംഗ്ലാദേശിൽ നിന്ന്. അപ്പോൾ മമതയെ ശരിക്കും പേടിപ്പെടുത്തുന്നതും അത് തന്നെ. അതായത് ഇവർ എന്താ ഉണ്ടാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരികയും ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലോട്ട് വരികയും കേന്ദ്ര സർക്കാർ അവർക്ക് പൗരത്വം കൊടുക്കുകയും അപ്പോൾ അവർ ബംഗാളിൽ സെറ്റിലാവുകയും അങ്ങനെ സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റിലായി കഴിഞ്ഞാൽ മുമ്പ് വന്ന ബംഗ്ലാദേശികൾ ഇവന്മാരെ അടിച്ചോടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മൊത്തം നെറ്റ്വർക്കിനൊക്കെ തന്നെ ബാധിക്കും. അത് മൊത്തം പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കൺട്രോളിലോട്ട് പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മമതാ ബാനർജി ഇപ്പോൾ നിലവിളിക്കുന്നത്. ഇവർ തന്നെ നോക്കിക്കോ, ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും ആധാർ ഉണ്ടാവും, വോട്ടേഴ്സ് ഐ ഡി ഉണ്ടാവും, പാസ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ശരിക്കും നമ്മളൊരു പൗരത്വം തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അല്ല. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, വേൾഡിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. കുറച്ച് ഏഷ്യൻ കൺട്രീസിലുണ്ട് കേട്ടോ. അതായത് അൾട്ടിമേറ്റായിട്ട് ഒരു പൗരൻ്റെ സിറ്റിസൺഷിപ്പ് തെളിയിക്കാനുള്ള ഒരു ഡോക്യുമെൻ്റ് ഇല്ല. നമ്മൾ പാസ്പോർട്ട് പോലും ശരിക്കും ഓൺ ചെയ്യുന്നത് നമ്മളല്ല, കേന്ദ്ര സർക്കാരാണ്. അതിൻ്റെ അൾട്ടിമേറ്റ് ഓണർ കേന്ദ്ര സർക്കാരാണ്. പാസ്പോർട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ അൾട്ടിമേറ്റായിട്ട് സിറ്റിസൺ ആണെന്നില്ല ഇത് തെളിയിക്കാനുള്ള രേഖകളല്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ CAA കൂടെ തന്നെ ഈ NCR, നാഷണൽ സിറ്റിസൺ രജിസ്റ്റർ, NCR നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി അവർക്കുണ്ട്. അപ്പോൾ ശരിക്കും ഈ രാജ്യത്ത് അത് അത്യാവശ്യമാണ്. അതായത് ഒരു സിറ്റിസൺ ആ ഒരു രജിസ്റ്റർ അത്യാവശ്യമാണ്. നമുക്കറിയാം, കുറച്ച് ദിവസം മുന്നേ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആന്ധ്രയിലെ ഒരു MLA, 21 വർഷമായിട്ട് അവിടെ MLA ആണ്. അദ്ദേഹം ശരിക്കും ഒരു ജർമ്മൻ പൗരനാണ്. പിന്നെ അതുമാത്രമല്ല, കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ബംഗാളിൽ ഒരു ലേഡി മത്സരിച്ചു. ആ ലേഡി ശരിക്കും ഇന്ത്യൻ പൗരത്വമില്ല അവർക്ക്. അവർ ശരിക്കും ബംഗ്ലാദേശുകാരാണ്. ഒന്ന് ആലോചിക്കുക, ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരുന്നു ഇത്രയും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ. അപ്പോൾ അടിയന്തരമായിട്ട് കേന്ദ്ര സർക്കാർ നാഷണൽ സിറ്റിസൺ രജിസ്റ്റർ NCR നടപ്പിലാക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ഈ NCRനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആരാണ്? ഈ മുസ്ലിങ്ങൾ മാത്രമാണ്. വേറെ ഒരാളും NCRനെ എതിർക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറക്കാൻ എന്തെങ്കിലും കാണുമായിരിക്കും. അതായത് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ മുസ്ലിങ്ങളെ എതിർക്കുന്നുണ്ടാണ് കോൺഗ്രസും CPM മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ എതിർക്കുന്നത്. നേരെ മറിച്ച് മുസ്ലിങ്ങളെ എതിർക്കുന്നില്ലെങ്കിൽ ഇവരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യും, അല്ല എത്രയും പെട്ടെന്ന് പാസ്സാക്കണം എന്ന് പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഈ NCRനെയും ഇതിനൊക്കെ എതിർക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന കുടിയേറിപ്പുറത്തെ ആൾക്കാരിങ്ങനെ ആധാർ കാർഡും റേഷൻ കാർഡും ഇതൊക്കെ ആയിട്ട് ഇവിടുത്തെ സിറ്റിസണായിട്ട് വിലസുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടി ഈ NCR വന്നു കഴിഞ്ഞാൽ അവരേശം പ്രോപ്പർ ഡോക്യുമെൻ്റ് ഉണ്ടാവില്ല. ഞങ്ങൾക്കൊക്കെ ഒന്നും പേടിക്കേണ്ട ആവശ്യം, ഇതൊന്നും ഇല്ല ആൾക്കാർക്ക് എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ പൗരത്വം തെളിയിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഇതിനെ എതിർക്കുന്നില്ല പ്രധാന കാരണം ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ അങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് മറ്റ് ഇതിൽ നിന്നൊക്കെ വന്ന് താമസിക്കുന്നത്, അവരൊക്കെ പുറത്തു പോകേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ അതിലൊക്കെ മിക്ക ശതമാനം ആൾക്കാരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്, ക്രിമിനൽസാണ്. ഇന്ത്യയിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഇവന്മാരായിരിക്കും. അത് കണ്ടില്ലേ, കുറച്ച് ദിവസം മുന്നേ UP ദുർഗാപൂജ നടക്കുന്ന ആ സമയത്ത് കല്ലെറിഞ്ഞില്ലേ ഒരുത്തൻ. അപ്പോൾ അത് ചെയ്യുന്ന ഇന്ത്യൻ മുസ്ലിംസ് അല്ല, ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന് ഇങ്ങനെ മതം തലക്ക് പിടിച്ചിട്ട് നടക്കുന്ന ടീമാണ്. പോയി അപ്പോൾ തന്നെ യോഗി പൊക്കി അവൻ്റെ വീഡിയോ ഇടിച്ച് നടത്തി ശരിക്കും ആരാണ് എന്താണ് ഇതാക്കി കറക്റ്റ് വെരിഫൈ ചെയ്തു, അവനെ പിടിച്ച് അകത്തിട്ടു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക എൻഡ് യൂസ് CPM 25 വർഷം എങ്ങനെയാണോ ഭരിച്ചത് അതേമാതിരിയാണ് ഇപ്പോൾ മമതാ ബാനർജി ഭരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ പേടിപ്പെടുന്നത് വെച്ചാൽ ഹിന്ദുക്കൾ ഇവിടെ വന്ന് അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും, ഇപ്പം വന്ന് ബംഗ്ലാദേശ് മുസ്ലിങ്ങളൊക്കെ അടിച്ച് ഓടിക്കാനുള്ള സാധ്യതയുണ്ട്, അത് അവിടെ ഡെമോഗ്രാഫി മൊത്തം തകരും, അവർ വോട്ട് ബാങ്ക് ഇല്ലാതാവും. ഇതൊക്കെയാണ് മമതാ ബാനർജി പേടിപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പം ഈ എങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചോ? അവർ ആർക്കും തെറ്റു പറയാൻ പറ്റില്ല. ആദ്യം പറയണം, നമുക്ക് CA ഉണ്ട്. ചിലപ്പം ഇത് കേന്ദ്ര സർക്കാരിനെ അമിത്ഷാൻ്റെ ഒരു ടാക്ടിക്സ് ആയിരിക്കാം. അതായത് ഈ മമതയെ ലോക്ക് ചെയ്യാൻ വേണം, മമതയെ ഏത് വിധേനയും ലോക്ക് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. 2026 ഇപ്പം അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോകുന്ന ബംഗാളിൽ. അപ്പോൾ എന്തായാലും അവിടെ തകർന്നടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മമതാ ബാനർജി അധികാരത്തിൽ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് BJP ഒരു ഗെയിം ആവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ശരിക്കും BJP എറിഞ്ഞു കൊടുത്തിട്ട് ചൂണ്ടയാവാനുള്ള സാധ്യത. ആ ചൂണ്ടയിൽ ശരിക്കും മമതാ ബാനർജി കൊത്തി ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ മമതാ ബാനർജി അവിടുത്തെ ഹിന്ദുക്കളൊക്കെ ഒന്നടങ്കം മമതാ ബാനർജിക്ക് എതിരായി. അങ്ങനത്തെ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തത് അവരെ BJP ടാക്ടിക്സ് നോക്കി എന്ത് നൈസായിട്ടാണ് അവരോരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ശരിക്കും അവർ ഒരു ചൂണ്ടയിട്ട് കൊടുത്തു, മമത കൊത്തി. ശരിക്കും ആ കൊത്തിയത് ശരിക്കും ബംഗാളിലെ ഹിന്ദുക്കൾ ശരിക്കും അത് ഏറ്റുപിടിച്ചു. ഇപ്പോൾ അവർ എല്ലാം നേരെ എതിരായി, മമതാ ബാനർജിക്ക് എതിരായി. ഇന്ന് വരുന്ന ഇലക്ഷനത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. എന്തായാലും ഇത് കുറച്ചുകൂടി കേന്ദ്ര സർക്കാർ എന്താ പറയുക, കുറച്ചുകൂടി ടാക്ടിക്സ് കളിച്ചിട്ട് ഈ മാറുതിയെ അവിടെ നിന്ന് പുറത്താക്കണം.
ഈ BSFകാരൊക്കെ എന്താ പറയുക ബലാത്സംഗം ചെയ്യും, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ. അപ്പോൾ എന്ത് പോലീസുകാർ എന്തുകൊണ്ട് അവർക്കെതിരെ കേസ് എടുക്കുന്നില്ല എന്ന് പോലും പറഞ്ഞു ഈ സ്ത്രീ. അങ്ങനത്തെ വൃത്തികെട്ട സ്ത്രീയാണ്. ആ സ്ത്രീയെ ഒരു കാരണവശാലും ഭരണത്തിൽ തുടരാൻ അനുവദിക്കരുത്. എന്ത് തന്നെയായാലും 2026 ഇലക്ഷനിൽ ഈ മാറുതിയെ പുറത്താക്കി അവിടെ ഒരു നല്ലൊരു സദ്ഭരണം വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.